From the shadows to the stars. നിങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങളിൽ പലരും എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും എന്നോട് നല്ല രീതിയിൽ കൂട്ടുകൂടുകയും ചെയ്തിരുന്നു. എനിക്ക് ആരോടും പരാതികളില്ല. എനിക്ക് എല്ലായ്പ്പോഴും എന്നോട് മാത്രമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. എൻ്റെ ആത്മാവും ശരീരവും തമ്മിൽ വർദ്ധിച്ചു വരുന്ന വിടവ് എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഒരു മനുഷ്യനല്ലാതെ ആയി മാറിയിരിക്കുന്നു. ഒരു എഴുത്തുകാരനാകാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര ഗവേഷകനാവാൻ. ഒടുവിൽ എനിക്ക് എഴുതാൻ കഴിയുന്ന ഒരേ ഒരു കത്ത് ഇതാണ്. ഒരു എഴുത്തുകാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര ഗവേഷകനാവാൻ. ഞാൻ ശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. നക്ഷത്രങ്ങൾ, പ്രകൃതി എന്നാൽ ഞാൻ മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതലാണ്. മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് അകന്നുവെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ വികാരങ്ങൾക്ക് ഇവിടെ വിലയില്ല. നമ്മുടെ സ്നേഹമെല്ലാം നിർമ്മിതമാണ്. നമ്മുടെ വിശ്വാസങ്ങൾ നിറമുള്ളതും. നമ്മുടെ മൗലികത കൃത്രിമമായ കലയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. വേദനിക്കാതെ സ്നേഹിക്കുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. ഒരു മനുഷ്യന്റെ സ്വത്വത്തിലേക്കും സാധ്യതയിലേക്കും അവന്റെ മൂല്യത്തെ ചുരുക്കപ്പെട്ടിരിക്കുന്നു. ഒരു വോട്ടിന് മാത്രമായി, ഒരു സംഖ്യയിലേക്ക് മാത്രമായി, വെറും ഒരു കാര്യത്തിലേക്ക് മാത്രമായി. ഒരു മനുഷ്യനെയും ഒരിക്കലും ഒരു മനസ്സായി കണക്കാക്കിയിട്ടില്ല. നക്ഷത്രധൂളിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു മഹത്തായ ഒരു വസ്തു. എല്ലാ മേഖലയിലും, പഠനത്തിലും, തെരുവുകളിലും, രാഷ്ട്രീയത്തിലും, മരണത്തിലും, ജീവിതത്തിലും. ഇതുപോലൊരു കത്ത് ഞാൻ ആദ്യമായാണ് എഴുതുന്നത്. ഞാൻ ആദ്യമായി എഴുതുന്ന എൻ്റെ അവസാനത്തെ കത്ത്. എൻ്റെ ജന്മം തന്നെയാണ് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ ബാല്യകാലത്തെ ഏകാന്തതയിൽ നിന്ന് എനിക്ക് ഒരിക്കലും കരകയറാൻ കഴിയില്ല. ലോകത്തെ മനസ്സിലാക്കുന്നതിൽ ഞാൻ ഇതുവരെയും ഒരു പരാജിതനായിരുന്നേക്കാം. സ്നേഹത്തെയും വേദനയെയും ജീവിതത്തെയും മരണത്തെയും എല്ലാം മനസ്സിലാക്കുന്നതിൽ ഒരു ധൃതിയില്ലായിരുന്നിട്ട് പോലും ഞാൻ എല്ലായ്പ്പോഴും ധൃതി കൂട്ടുകയായിരുന്നു. ഒരു ജീവിതം ആരംഭിക്കാനുള്ള നെട്ടോട്ടത്തിൽ. അപ്പോഴെല്ലാം ചിലർക്കെല്ലാം അവരുടെ ജീവിതം തന്നെ ഒരു ശാപമായിരുന്നു. എൻ്റെ ജന്മം തന്നെയാണ് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ ബാല്യകാലത്തെ ഏകാന്തതയിൽ നിന്നും എനിക്ക് ഒരിക്കലും കരകയറാൻ കഴിയില്ല. എൻ്റെ പിന്നിട്ട കാലത്തിലെ വിലമതിക്കപ്പെടാത്ത കുട്ടി. ഈ നിമിഷം എനിക്ക് വേദന തോന്നുന്നില്ല. ഞാൻ ദുഃഖിതനുമല്ല. എനിക്കിപ്പോൾ ശൂന്യതയാണ്. എന്നെക്കുറിച്ച് തന്നെ ചിന്തയില്ലാത്ത ദയനീയമായ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ആളുകൾ എൻ്റെ മരണത്തിന് ശേഷം എന്നെ ഭീരുവെന്നോ സ്വാർത്ഥനെന്നോ വിഡ്ഢിയെന്നോ വിളിച്ചേക്കാം. എന്നെ എന്ത് വിളിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. മരണാനന്തര കഥകൾ, പ്രേതങ്ങൾ, ആത്മാക്കൾ എന്നിവയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നും ഒപ്പം മറ്റു ലോകങ്ങളെക്കുറിച്ച് അറിയാനാകുമെന്നുമാണ്. ഈ കത്ത് വായിക്കുന്ന നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് 7 മാസത്തെ എൻ്റെ ഫെല്ലോഷിപ്പ് 1,75,000 രൂപ ലഭിക്കാനുണ്ട്. എൻ്റെ കുടുംബത്തിന് ആ തുക ലഭിക്കുന്നുണ്ടെന്ന് ദയവായി ഉറപ്പാക്കുക. ഞാൻ ഏകദേശം 40,000 രൂപ റാംജിക്ക് കൊടുക്കാനുണ്ട്. അവർ ഒരിക്കലും അത് തിരികെ ചോദിച്ചിട്ടില്ല. എന്നാലും ദയവായി അദ്ദേഹത്തിന് ആ തുക തിരിച്ചു നൽകുക. എൻ്റെ ശവസംസ്കാരം നിശബ്ദവും സുഗമവുമായിരിക്കട്ടെ.
ഞാൻ വെറുതെ ഒന്ന് വന്നുപോയതുപോലെ മാത്രം പെരുമാറുക. എനിക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കരുത്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഞാൻ മരിച്ചതിൽ സന്തുഷ്ടനാണെന്ന് നിങ്ങൾ അറിയുക. നിഴലുകളിൽ നിന്നും നക്ഷത്രങ്ങളിലേക്ക്. ഉമാണ്ണ, നിങ്ങളുടെ മുറി ഇതിനായി ഉപയോഗിക്കുന്നതിൽ പൊറുക്കണം. എ കുടുംബത്തോട് നിങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഭാവിയിലേക്ക് എല്ലാ നന്മകളും നേരുന്നു. അവസാനമായി ജയ് ഭീം. ഔപചാരികതകൾ എഴുതാൻ മറന്നു. ഞാൻ ആത്മഹത്യ ചെയ്തതിന് ആരും ഉത്തരവാദികളല്ല. ആരും അവരുടെ പ്രവൃത്തികളിലൂടെയോ വാക്കുകളിലൂടെയോ ഈ പ്രവൃത്തിക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. ഇതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെയോ എൻ്റെ ശത്രുക്കളെയോ പോലും ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കരുത്.